ഹായ് വിജയകുമാർ, സ്റ്റണ്ട് തുടങ്ങാറായോ? ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഗുഡ് ഈവനിങ്. നമുക്ക് ഇലക്ഷൻ സ്റ്റണ്ട് നടത്താനുള്ള ഒരു ആവേശം വന്നോ? ഇടയ്ക്കില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. എവിടെ പോയി? ഞാനൊന്ന് തിരുവനന്തപുരത്തൊക്കെ പോയി. തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികളെയും കണ്ടു. ഡോക്ടർ ശശി തരൂരിനെ, അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ, അതുപോലെ പന്നിയൻ രവീന്ദ്രനെ. തെരഞ്ഞെടുപ്പ് ചൂട് ഗംഭീരമാണ്. മാത്രമല്ല, ചൂട് സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സ്ഥാനാർത്ഥികൾ തമ്മിൽ കണ്ടാൽ വരുത്തി ചേർത്ത് ഒരു ചിരി ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു ചിരി ഉണ്ടാവും മുഖത്ത്. അങ്ങനെ അവർ വല്ലാണ്ട് ബുദ്ധിമുട്ട് ചിരി വരുത്തും. ഇത്തവണ അതുപോലും മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥി വേറെ സ്ഥാനാർത്ഥി കണ്ടപ്പോൾ തിരുവനന്തപുരത്തെ കണ്ടോ ഇങ്ങനെ വെട്ടി തിരിഞ്ഞങ്ങ് പോകുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒരു 500 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. കൊല്ലത്ത് മുകേഷ് കുറച്ചുകൂടെ ഡെസിയനാണ്. വലുതുബോധം ഉള്ളത് കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ കുറച്ച് കാണാനൊന്നും ഞാൻ തയ്യാറല്ല. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ അവിടെ BJP-യുടെ കാൻഡിഡേറ്റ് ഇല്ല. അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രചാരണം തുടങ്ങി. വയനാട്ടിൽ BJP സ്ഥാനാർത്ഥി ഇല്ല, ആലത്തൂരില്ല, കൊല്ലത്തില്ല, എറണാകുളത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 4 മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതെന്ന് ചോദ്യം. ചൂരെഴുത്തില്ലേ ചിഹ്നം താമര, സ്ഥാനാർത്ഥിയുടെ പേര് ഉടൻ അറിയിക്കും. അതിങ്ങനെ സ്പേസ് ഇട്ടേക്ക്. അതൊരു വല്ലാത്ത അവസ്ഥ. ഒരു ഇലക്ഷൻ ഇത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. വയനാട്ടിലാണെങ്കിൽ ഒറ്റ സ്ഥാനാർത്ഥി വെച്ചാൽ നമ്മള് കളം നിരയാക്കുന്നത് അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നും നിങ്ങൾക്കറിയാം, അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നം തന്നെയായിരുന്നു. ജനാധിപത്യ നീതി നടപ്പിലാക്കണം എന്നതിനിടയ്ക്ക് ഒരു വിദേശ രാജ്യം, അത് ജർമ്മനി പറഞ്ഞിരുന്നു. ജർമ്മനിയുടെ ഉപസ്ഥാനപതിയെ ജോർജ് എൻസ്വെല്ലറിനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. വിജയകുമാർ, ഒപ്പം CAA സംസ്ഥാന തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴും CPM നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ CPM-ന്റെ സമ്മേളനം കോഴിക്കോട്ടുണ്ടായിരുന്നു. ഇന്ന് കാസർഗോഡ് സമ്മേളനം നടക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ വിഷയം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക്. അതും വലിയ ചർച്ചയാവുന്നുണ്ട്. ലീഗ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യമൊക്കെ. കോൺഗ്രസുകാർ താമസിച്ചാൽ ലീഗ് ഒറ്റയ്ക്ക് പോകും. ലീഗ് ഒറ്റയ്ക്ക് നീങ്ങാൻ പോവാണെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസുകാർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ. ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ കളിയാക്കി കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഈ വിഷയത്തിൽ ഓരോ നിലപാടാണെന്ന്. അതെന്തായാലും സൂപ്പറായി. വിജയകുമാർ, എറണാകുളത്ത് മേജർ രവി മത്സരിക്കും NDA കാൻഡിഡേറ്റ് ആയിട്ട് വന്നു. കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. പുള്ളി തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അറിയില്ല. ഒരു മേജർ ലെവലിലേക്ക് വന്നിട്ടില്ല അല്ലേ? അപ്പൊ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മേജർ രവി വരും. കൊല്ലത്തും വയനാടും ആലത്തൂരും ഈ 3 സ്ഥലത്തും ഇപ്പോഴും NDA സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. പ്രചാരണം ഏതാണ്ട് 2ാം ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. അടിയും ഇടിയും തുടരുന്ന ഗോതകൾ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സജ്ജമായി കഴിഞ്ഞു. പ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം ഇലക്ഷൻ സ്റ്റാൻഡ്. വിജയകുമാർ ഒരുപാട് ഇലക്ഷൻ കവർ ചെയ്ത ആളാണ്. അപ്പോൾ ഈ ഇത്തവണത്തെ തുടങ്ങിയതേ ഉള്ളൂ, നമുക്കൊരു അഭിപ്രായം രൂപീകരിക്കാൻ സമയമായില്ല. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗം ഒരു ക്ലോസ് ഷോട്ടിൽ വീക്ഷിക്കുമ്പോൾ വിജയൻ എന്താ തോന്നുന്നു? 20 മണ്ഡലങ്ങളിലും പൊതുവായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല സ്കേൻ, നമ്മളുടെ പ്രാഥമിക പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ തരംഗമോ ഒന്നുമില്ല. ഒരു പ്ലെയിൻ. നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകുന്ന പോലെയാണ്. പുറമേക്ക് വളരെ ശാന്തസുന്ദരമാണ്. അടിത്തട്ടിൽ എന്തൊക്കെ ഒഴുക്കുണ്ടോ നേതാക്കന്മാരെ പിടിക്കുന്നു. കളയുമോ? അതിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. അല്ല, യഥാർത്ഥത്തിൽ ഈ പലപ്പോഴും ഈ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴൊക്കെ തന്നെ ഈ മണ്ഡലങ്ങൾ നിർജ്ജീവമാകുന്ന ഒരു സാധാരണ കാഴ്ചയാണ്. കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലാണ് അതിന്റെ വീറും വാശിയും ചൂരും ഒക്കെ കാണുന്നത്. എന്നാലും ഇത്തവണ എന്ന് വെച്ചാൽ ഈ ജയിക്കേണ്ടത് CPM-ന് പ്രസ്റ്റേജാണെന്ന് AK ബാലൻ പറഞ്ഞു. അതായത് വോട്ട് കുറഞ്ഞാൽ നമ്മുടെ ചിഹ്നത്തിന്റെ പ്രശ്നമാണ്. ഈനാമ്പീച്ചിയും മരപ്പെട്ടിയും വരെ ചിഹ്നങ്ങളാകുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോ ചുട്ടുപൊള്ളുന്ന വാർത്തകളുമായിട്ട് നേരെ നമ്മൾ പോകുന്നു ഇലക്ഷൻ ഹോട്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൗരത്വ നിയമ ഭേദഗതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇത്തവണത്തെ ചൂടൻ താരം. CAA എതിർക്കുന്നതിൽ ആരാണ് മുന്നിൽ എന്ന മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കളത്തിലിറക്കി LDF ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഈ അപകടം മണത്ത മുസ്ലിം ലീഗും പ്രതിരോധ തന്ത്രവുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പാർലമെന്റിനകത്ത് CAA-ക്ക് വേണ്ടി എതിരെ ലീഗ് MPമാർ നടത്തിയ പ്രസംഗങ്ങളും സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടവുമാണ് പ്രചാരണത്തിലെ ഒരു ആയുധമാക്കുന്നത്. UDF സമരം ആലോചനയിൽ ഉണ്ടെങ്കിലും അതിന് കാത്തിരിക്കാനുള്ള സമയവും വിവേകവും ഇപ്പോൾ മുസ്ലിം ലീഗ് കാണിക്കുന്നില്ല. കാരണം ഒരുപാട് താമസിച്ചു പോയി എന്നൊരു തോന്നൽ ലീഗിന്റെ മനസ്സിലുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വടക്കേ ഇന്ത്യയിൽ BJP-ക്ക് ഗുണം ചെയ്യുമെന്നതാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ സ്ഥിതി മറിച്ചാണ്.
ഇടതുമുന്നണിക്ക് അത് വോട്ടാക്കി മാറ്റാനാകുമെന്ന കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായി പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കപ്പെടുന്നതും. പൗരത്വ ഭേദഗതി നിയമം വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ സ്ഥിതി മറിച്ചാണ്. ഇതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് LDF പൗരത്വ സംരക്ഷണ റാലികൾ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷകനാണ് എന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ചുള്ള സംസ്ഥാനതല പ്രചാരണമാണ് LDFന്റേത്. ഇതിന്റെ തുടക്കമായിരുന്നു ഇന്നലെ മുസ്ലിം സംഘടനാ പ്രതിനിധികളെ അണിനിരത്തി കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലി. LDF സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചിതിനെ എതിർക്കാം. ഇന്ന് കാസർഗോഡാണ് റാലി. CAA പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ CPIMനുണ്ട്. CAA വിരുദ്ധ റാലിയിൽ മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി ഒന്നും പറയാതിരുന്നതും രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കോഴിക്കോട് തുടങ്ങിയ CAA വിരുദ്ധ റാലി കാസർഗോഡിന് ശേഷം കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിലുമുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ മറുതന്ത്രം. CAAക്കെതിരെ സമരം UDFന്റെ ആലോചനയിലുണ്ടെങ്കിലും ലീഗ് അതിന് കാത്തുനിൽക്കുന്നില്ല. MP മാർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ കുടുംബയോഗങ്ങളിലടക്കം എടുത്തു പറഞ്ഞുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. CAAക്കെതിരായിട്ട് ഞങ്ങൾ പാർലമെന്റിൽ ഇടപെട്ടത് മാത്രമല്ല, ഈ ബില്ല് പാസ്സായ സമയത്ത് അതിനെതിരായി പിറ്റേ ദിവസം രാവിലെ സുപ്രീം കോടതിയിൽ മുമ്പാകെ എത്തിയ പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ആദ്യം കോടതി പോകുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിജ്ഞാപനം വന്നപ്പോഴും ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തുടർച്ചയായുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ നടപടിയും ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കാനാണ് ലീഗ് ഒരുങ്ങുന്നത്. ഭരണഘടനാ സംരക്ഷണ റാലിയുമായി കളം നിറയുകയാണ് CPIM. ലീഗ് നടത്തിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും എണ്ണി പറഞ്ഞാണ് ലീഗിന്റെ പ്രതിരോധം. പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കലാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യം. ന്യൂനപക്ഷ വോട്ടുകൾ എവിടെ കേന്ദ്രീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. ദീപക് തർപ്പണത്തിനൊപ്പം സമീർ ബിൻ കരീം, 24. വിജയകുമാർ, ഞാൻ വിജയനെ കാണുമ്പോൾ ചോദിക്കാതിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. ഇന്നലെ ഈ ഡൽഹിയിലുണ്ടായ സംഭവം, ഒരു മുഖ്യമന്ത്രിയെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇടാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി. നേരത്തെ ഒരു മുഖ്യമന്ത്രി അവരകത്ത് ഇട്ടു, പക്ഷെ അപ്പോഴത്തേക്കും രാജിവെച്ചു കളഞ്ഞു. ഇത് രാജിവെക്കാതെ അകത്തിരുന്ന് ഭരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ജയിലിനുള്ളിലാണ്, അതിൽ 6 ദിവസം റിമാൻഡിലും. അപ്പൊ അതിന്റെ ഒരു സ്വാധീനമോ ഭയമോ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ? അത് ദക്ഷിണേന്ത്യ മാത്രമല്ല, രാജ്യം വ്യാപകമായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തൊക്കെ അത് ചർച്ചയാകുന്നുണ്ട്. ഇത്തരമൊരു ആശങ്ക, അതായത് അടുത്ത ഈ കേന്ദ്ര ഏജൻസികളുടെ പട്ടികയിലുണ്ട് എന്ന് കരുതുന്നവരൊക്കെ ഒരു കുറെ കൂടി ജാഗ്രത എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു കോടതി ഉത്തരവിന് തൊട്ട് പിന്നാലെ രാത്രി വന്ന് പിടിച്ചോണ്ട് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല EDയുടെ ഒരു പ്രഖ്യാപനം ഞാൻ കോരിത്തരിച്ചു പോയി. എന്താണെന്നറിയോ അവർ പറഞ്ഞ് പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതായത് മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ മറ്റൊരാളെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. മാത്രമല്ല ഒരാൾ അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. ഇവരെയൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ തേങ്ങാമോഷണമൊക്കെ നടത്തുന്ന സമയത്ത് ഈ കള്ളന്മാര് മാറ്റി പറയുന്ന അറിയാം, നമ്മുടെ സാധാ പോലീസുകാർ കുട്ടമ്പളച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നെ കാലമാ വിജയ. നമുക്കൊരു കാര്യം ചെയ്യാം വിജയ, ഇനി നമുക്ക് ഈ മണ്ഡലത്തെ പരിചയപ്പെടുന്ന സെഗ്മെന്റിലേക്ക് പോകണം. നിങ്ങൾക്ക് പത്തനംതിട്ടയോട് ഒരു പരിചയക്കേടുണ്ടോ? പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാർത്തയിൽ നിറയുന്ന ഒരു മണ്ഡലമാണ്. കാരണം അവിടെ ശബരിമലയുണ്ട്. പത്തനംതിട്ടയിലേക്ക് അതായത് മണ്ഡല രൂപീകരണ കാലം മുതൽ UDFനെ തുണച്ച പത്തനംതിട്ടയിൽ ഇക്കുറി അഭിമാന പോരാട്ടമാണ് നടക്കുന്നത്. സിറ്റിംഗ് MP ആന്റോ ആന്റണിക്കെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മത്സരിക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തന്നെ BJP സ്ഥാനാർത്ഥിയായി ഈ യുദ്ധത്തിൽ നേരിട്ടിറങ്ങി എന്നതാണ്. AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് ചേർന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഷോക്കായി. ഏറ്റവും അവസാനം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി കൂടിയായി എന്നറിഞ്ഞപ്പോൾ സിറ്റിംഗ് MPയെ തോൽപ്പിക്കാനാണോ ഇദ്ദേഹത്തിൻ്റെ ശ്രമം എന്നുകൂടി അവർ സംശയിക്കുന്നുണ്ട്. എന്നാലും K. സുരേന്ദ്രൻ 2019 2,97,000
വോട്ട് പിടിച്ച മണ്ഡലമാണ് ഈ പത്തനംതിട്ട. അവിടെ ഈ അനിൽ ആന്റണിക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതായിരിക്കും ഏറ്റവും പ്രധാന ചോദ്യം. വലിയ ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ. കാര്യത്തിൽ പത്തനംതിട്ട പാലക്കാട് ജില്ലയെ വരെ വെല്ലുകയാണ്. രാഷ്ട്രീയ ചൂടിലും അങ്ങനെ തന്നെ. ആന്റോ ആന്റണി, തോമസ് ഐസക്, അനിൽ ആന്റണി, ഇവിടെ 100% നടക്കുന്നത് രാഷ്ട്രീയ മത്സരം തന്നെ. വാഗമൺ മുതൽ ഗവി വരെ പത്തനംതിട്ട എന്ന മലയോര മണ്ഡലം അങ്ങനെ നീണ്ടിക്കിടക്കുകയാണ്. മണ്ഡല രൂപീകരണ കാലം മുതൽ ഒരേ ഒരു പേര്, ആന്റോ ആന്റണി. തോൽപ്പിച്ചതൊക്കെയും കരുത്തരെ. ആദ്യം CPIMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപനെ. പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന പീലിപ്പോസ് തോമസ് ചേരിമാറി LDFനായി മത്സരിച്ചപ്പോഴും വിജയം. ശബരിമല ആഞ്ഞടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തോൽപ്പിച്ചത് 40,000-ലധികം വോട്ടിന്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തവണ ഐക്യജനാധിപത്യത്തിനോടൊപ്പമാണ്. കേന്ദ്രത്തിൽ ഒരു ജനാധിപത്യ മതേതര ഭരണകൂടം അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മറ്റേതൊരു പാർലമെന്റ് മണ്ഡലത്തേക്കാൾ കൂടിയ വികസന പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിൻ്റെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ബുക്കിലെറ്റ് 2 ദിവസം അവരുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് വിമർശിക്കുന്നവർക്കും അത് കൊടുക്കുന്നുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ അവരുടെ വായടയും. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFനാണ്. പക്ഷേ പാർലമെന്റ് മണ്ഡലത്തിലെ അധീശത്വം അതുകൊണ്ടൊന്നും ഇല്ലാതാക്കാനാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികളുടെ നിലപാട് നിർണായകമാകും. ചർച്ച് ബിൽ സഭയെ ചുടിപ്പിച്ചിരുന്നു. അതോടെ അങ്ങനെയൊരു ചർച്ചയെ ഇല്ലെന്ന് LDF ആണയിടാൻ തുടങ്ങി. മൈഗ്രേഷൻ കോൺക്ലേവും തൊഴിൽദാന പദ്ധതിയുമൊക്കെ നടത്തിയാണ് 1.5 വർഷമായി മണ്ഡലത്തിൽ ഡോക്ടർ TM തോമസ് ഐസക് സജീവമാകുന്നത്. മണ്ഡലത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണം തുടങ്ങുമ്പോൾ 2 വലിയ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഒന്ന്, ചർച്ച് ബില്ല് കൊണ്ടൊന്ന് എന്തോ ചെയ്യാൻ പോണു എന്നുള്ള വലിയ പ്രചരണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ. ഇന്നിപ്പോൾ ഇത്രയാവുമ്പോൾ ഇത് രണ്ടും മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് മാതാ കി സ്വാമിയേ ശരണം അയ്യപ്പ. BJPക്കായി PC ജോർജ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രഖ്യാപനത്തിൽ അനിൽ ആന്റണിയായി. അതുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് പ്രചാരണ രംഗത്ത് സജീവമാണ് അനിൽ കെ ആന്റണി. ജനങ്ങളോടെല്ലാം ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി. ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സ്ഥാനാർത്ഥി 15 വർഷമായിട്ടിവിടെ MP ആണ്. ആദ്യത്തെ 5 വർഷം കേന്ദ്രത്തിൽ ആ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരുമുണ്ടായിരുന്നു. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരുമുണ്ടായിരുന്നു. എന്നിട്ട് പോലും 5 വർഷം ഇത്രയും പിന്തുണ ഉണ്ടായിട്ട് പോലും ഇവിടെ അധികമൊന്നും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. മറ്റേ വ്യക്തി, അദ്ദേഹം നിരവധി തവണ MLA ആയ വ്യക്തിയാണ്, മന്ത്രിയായ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് കേരളം വലിയൊരു കടക്കണ്ണിയിലാണ്. അതിൽ ഏറ്റവും വലിയ ഉത്തരവാദി ഇദ്ദേഹമാണെന്നാണ് ജനങ്ങൾ തന്നെ എന്നോട് പറയുന്നത്. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു. അരയും തലയും മുറുക്കി 3 മുന്നണികളും പ്രചാരണത്തിനിറങ്ങുമ്പോൾ പത്തനംതിട്ട പ്രവചനങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല. ആന്റോ ആന്റണിയുടെ പാർലമെന്റിലെ പ്രകടനം സംബന്ധിച്ചുള്ള വിമർശനം, ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ED കേസ്, കോൺഗ്രസ് വിട്ട് BJPയിലേക്കുള്ള അനിൽ കെ ആന്റണിയുടെ വരവ്, ഇതൊക്കെയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഒപ്പം വികസന പ്രശ്നങ്ങളും. എന്തായാലും ഈ പോരിൽ വരാനിരിക്കുന്ന വിധി ഭാവി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടയാണ്. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിജയകുമാർ, നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. സ്റ്റണ്ട് നമ്മൾ മാത്രം നടത്തിയാൽ പോരാ, ആട്ടുകാർ കൂടി നടത്തണം. നേരത്തെ ചോദിച്ചില്ലേ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ED പേടി. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിലെ ഈ റിപ്പോർട്ട് അവസാനിക്കുമ്പോൾ പറയേണ്ടതുണ്ട്. അതായത് തോമസ് ഐസക്കിന് തുടർച്ചയായി സമൻസ് കൊടുക്കുന്നുണ്ട് അവർ. അതെ, അദ്ദേഹം കോടതിയിൽ പോയി അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. കോടതിയിൽ അറിയിക്കും ഓരോ തവണയും ഇങ്ങനെ ഒരു സമൻസ് വന്നിട്ടുണ്ട്, എനിക്ക് ഹാജരാകാൻ. അപ്പൊ കോടതി വഴിയാണ് കോടതി വഴിയാണ് അദ്ദേഹം അത് നീക്കുന്നത്. കെജ്രിവാൾ കോടതിയിലും പോയിരുന്നില്ല, അത് അവഗണിച്ച് കളയായിരുന്നു. അപ്പൊ ഇവിടെ അത്തരം ചോദ്യങ്ങൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലൂടെയാണ് നമ്മൾ നേരത്തെ ഒന്ന് യാത്ര ചെയ്തതെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് പണ്ട് ചെമ്മനം ചാക്കോ സാർ ഒരു കവിത എഴുതിയാണ്, ഒരു നല്ല ചൂര് വാങ്ങിച്ച് പുത്തനങ്ങാടി പോയിട്ട് അടിച്ചു വാരി വൃത്തിയാക്കാൻ എന്ന് പറയുന്ന പോലെ. ഇദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് ഓവർ റേറ്റ് ചെയ്തൊന്ന് സംശയമുണ്ട്. നരേന്ദ്രമോദി തീരുമാനിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചില്ലെന്ന് തോന്നുന്നു. വിജയകുമാർ, എനിക്ക് മറ്റൊരു കാര്യം, ഞാൻ ഇന്നലെ തിരുവനന്തപുരം മണ്ഡലത്തിലൂടെ ഒരു ചെറിയ പര്യടനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഡോക്ടർ തരൂരിൻ്റെയും അതുപോലെ മറ്റുള്ള 2 സ്ഥാനാർത്ഥികളുടെ ഒക്കെ തന്നെ ഈ ഗ്ലാമറെ കുറിച്ച് ഒരു കരിവാളിപ്പുണ്ട്. എന്താ പറയുക,
പറയുമ്പോൾ ഇവർ എന്നാ ചൂടാണെന്നറിയോ. വെയിലെന്ന് പറഞ്ഞാൽ മാത്രമല്ല ദിവസങ്ങൾ കിടക്കല്ലേ, ഇതുകൊണ്ട് വല്ലതും തീരുവോ? ഈ ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആലോചിച്ചാൽ ഇനി എത്ര ദിവസങ്ങളാണ്. 35 ദിവസം ഇനി ഓടണം. ഈ ഊർജ്ജമൊക്കെ ഇതുപോലെ നിലനിർത്തിയും വേണം. അപ്പൊ നമ്മൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷെ അവരുടെ കാര്യം നമുക്ക് ഈ ഇത്രയും ദിവസം എങ്ങനെ പിടിച്ചു നിർത്തും പ്രേക്ഷകരെ എന്നുള്ള ആധിയിലാണ് നമ്മൾ. അതിനേക്കാളും വലിയ വ്യാധിയിലാണ് മാത്രം ഇത്രയും കാലം ഒന്ന് ഒരു സ്പിരിറ്റോടെ ഇതെങ്ങനെ നിർത്തും? എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റും വിട്ടുപോയി. പക്ഷേ ഈ പൊതുജനങ്ങളിൽ പൊതുപ്രവർത്തകർക്ക് ഒരു ഗുണമുള്ളത് ആളുകളിൽ നിന്ന് ഊർജ്ജം കിട്ടും, ആൾക്കൂട്ടത്തിൽ നിന്ന് അവരങ്ങിതാവും. നമുക്ക് കുറച്ച് ആൾക്കാരെ ഇവിടെ കൊണ്ടിരുത്തിയാലോ, നമ്മുടെ സ്ഥിരമായിട്ടുള്ള പാതിരപ്പറ്റ പോലെ കുറെ പ്രേക്ഷകരുണ്ടല്ലോ, അവരെ കൊണ്ട് ഇവിടെ ഇരുത്തിയാലോ. വിജയകുമാറൊക്കെ ചിലപ്പോൾ അല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങൾ ഈ പറയുന്നത് ഗീർവാണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂരായണമല്ല, കീർവാണം. അത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ വിശ്വാസം. വിജയകുമാർ, നമുക്കൊരു ബ്രേക്കിംഗ് സ്റ്റോറി വന്നിട്ടുണ്ട്. 24 ഇലക്ഷൻ ബ്രേക്ക്. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകാമെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് 24 പ്രതിനിധി ദീപക് ധർമ്മടത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. കാണാം 24 ഇലക്ഷൻ ബ്രേക്ക്. ഈ ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ കേരളത്തിലെ പ്രതീക്ഷ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടും എന്ന് തന്നെയാണ് സംഘടനാപരമായ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. പൗരത്വ സംരക്ഷണ റാലി ഇപ്പം കഴിഞ്ഞത് നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ പാർട്ടി വിലയിരുത്തുന്നത്? അല്ല, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടുകൂടി ഒരു വലിയ ജനവിഭാഗത്തെ രണ്ടാം പൗരന്മാരാക്കി മാറ്റുക എന്നുള്ള നിലപാടാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ പോകുന്ന പ്രായോഗികമായ സ്ഥിതി. അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ പൗരത്വ സംരക്ഷണ റാലിയിലെ ഒരു പങ്കാളിത്തം പരിശോധിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സൂചന, പങ്കാളിത്തം വമ്പിച്ച പങ്കാളിത്തമാണ്. ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പാണോ? അല്ല, ഏത് ആളെയും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്, മഹാത്മാഗാന്ധിയെ കൊല്ലാൻ അവകാശമുണ്ട് എന്ന് എങ്ങനെയാണോ വർഗീയവാദികൾ സ്ഥാപിച്ചത്, അതുപോലെ ഒരു ഫാസിസ്റ്റ് രീതിയിൽ ഞങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യും എന്നൊരു നിലപാട് പരസ്യപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഫാസിസ്റ്റുകൾ ലോകത്ത് എവിടെയും ചെയ്തുകൊണ്ട് നിന്ന ഒരു കാര്യമാണ്. ഈ കേരളത്തിനെതിരെയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾ അത്തരം ഒരു സാഹചര്യം ഇനി ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പിന്? അങ്ങനെ CPM കണക്കൂട്ടുന്നുണ്ടോ? അല്ല, ഏത് സാഹചര്യവും ഉണ്ടാവാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന CPM-നും എതിരായി, അതിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി എന്തൊക്കെ കടന്നാക്രമങ്ങളാണ്. ഇപ്പോൾ പല രീതിയിലുള്ള കടന്നാക്രമങ്ങളും ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ളതുപോലെ കേരളത്തിലും ഉണ്ടാവാം. അതിനൊക്കെ അതിജീവിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. താങ്ക് യു. വളരെ കൃത്യമായി കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കൃത്യമായ സൂചനയാണ്. കേരളത്തിൽ ഇനിയും ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും. അതിനെയെല്ലാം അതിജീവിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം, 24. അപ്പൊ വിജയകുമാർ, ഒരു വിനീത് നാരായണൻകുട്ടി, അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. അപ്പൊ വിനീത് നാരായണൻകുട്ടി പറയുന്നത്, പ്രേക്ഷകനാണെന്ന് വിനീത്. അപ്പൊ വിനീത് പറയും, ഇന്നലെ നിങ്ങൾ പന്നി രവീന്ദ്രനെ കണ്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ വെള്ളയാണി വെച്ച്, സത്യദോഷം പറയാ, ഞാൻ വെള്ളയാണിയിൽ വെച്ച് പന്നിനെ കണ്ടു എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ നേരത്തെ വന്നു. നമുക്കത് പ്രശ്നമായി. അപ്പോ നേരത്തെ വന്നു, അദ്ദേഹം സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് ജയിക്കുമെന്ന്. കാര്യം 2 തവണ അദ്ദേഹം തിരുവനന്തപുരത്തെ റെപ്രസെന്റ് ചെയ്ത MP ആണ്. എനിക്ക് തോന്നുന്നു നമ്മളല്ല പന്നിനെ കാണാഞ്ഞത്, വിനീത് കണ്ടില്ല. മാത്രമല്ല പന്നീന് ഒരു മാറ്റവുമില്ല. ഞാൻ ചോദിച്ചു, ഈ മുടി പോലും വെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊന്നും വെട്ടത്തില്ല, പഴയ കാര്യങ്ങളിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക, അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ വോട്ട് ചെയ്യട്ടെ അല്ലേ? അതെ. വിജയകുമാർ, ഇനി അടുത്ത കാര്യം. നമ്മളിതാ പോകുന്നു. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു പഴയ കാലം, ഒരു ഗ്രഹാതുരമായൊരു കാലം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഇതിലേക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ ഇത് അറിയേണ്ട കാര്യമുണ്ട്. PK മേദിനിയുടെ പാട്ടും ഉച്ചഭാഷണിയും ഉണ്ടെന്ന് നോട്ടീസിലെ വാചകം വായിച്ച് ആൾ കൂടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കേരളത്തിലുണ്ടായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കൂ. റെഡ് സല്യൂട്ട് എന്ന ഗാനത്തിനൊപ്പം പതിറ്റാണ്ടുകളായി കേരളം ഓർക്കുന്ന ഒരു പേരാണ് PK മേദിനിയുടേത്. 92-ാം വയസ്സിലും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവരുടെ മണ്ഡലത്തിൽ എത്തണമെന്ന ആഗ്രഹത്തിലാണ് മേദിനി അമ്മ. ഓവർ ടു മേദിനി അമ്മ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം
വിടരട്ടെ, മനസ്സു നന്നാവട്ടെ. പി കെ മേദിനിയുടെ ഈ വിപ്ലവ ഗാനത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സമരങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും അത്രയും പഴക്കമുണ്ട്. ഇന്നും മേദിനിയുടെ ഒരു പാട്ടുണ്ടെന്ന് കേട്ടാൽ ആളുകൾ തടിച്ചുകൂടും. അത്രയ്ക്കും കരുത്താണ് ആ പാട്ടുകൾ നൽകുന്നത്. സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുത്തൻ PR മാനേജ്മെന്റുകളുള്ള ഈ കാലത്ത് തൊണ്ട പൊട്ടിപ്പാടിയ ഓർമ്മകളാണ് പി കെ മേദിനിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമരവേദിയിൽ ആദ്യമായി പാട്ടുപാടാൻ എത്തിയത് 12-ാം വയസ്സിൽ. മൈക്കില്ലാത്ത കാലം. സ്റ്റേജിൽ കയറി ഉറക്കെ പാടണം. അവസാന നിരയിൽ നിൽക്കുന്ന ആൾക്കും പാട്ട് കേൾക്കണം. ബോണ്ടയും ചക്കരക്കാപ്പിയും പിന്നെ പാർട്ടി സഖാക്കൾ നൽകുന്ന സ്നേഹവുമായിരുന്നു പ്രതിഫലം. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ. ഉച്ചഭാഷിണികൾ എത്തിയതോടെ ആളുകളെ ആകർഷിക്കാൻ പാർട്ടി പരിപാടിയുടെ നോട്ടീസിൽ മേദിനിയുടെ പാട്ടും ഉച്ചഭാഷിണിയും ഉണ്ടായിരിക്കുമെന്ന വാചകം കൂട്ടിച്ചേർക്കുമായിരുന്നു. 1960-ൽ ആലപ്പുഴയിൽ CPI സ്ഥാനാർത്ഥിയായ TV തോമസ് പരാജയപ്പെട്ടു. അന്ന് പരാജയം ഒരു പാട്ടായി അവതരിപ്പിക്കണമെന്ന് പാർട്ടി പറഞ്ഞു. പെട്ടി പണപ്പെട്ടി പൊട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ, മണിമാളികെ പുൽമാടമിന്നെതിരെ ഉണർന്നു. ഒരു ഭാഗം പണപ്പെരുമാൾ, മറുഭാഗം മർദ്ദിതർ, അടരാടാൻ നിൽപ്പൂ. നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളായി നിരന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടാൻ പലയിടങ്ങളിൽ നിന്നും വിളി വന്നു. പന്ന്യൻ രവീന്ദ്രൻ, തോമസ് ഐസക്, ആനി രാജ എന്നിവർക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങാനാണ് ആഗ്രഹം. ആനി രാജ എന്നോട് ഫോണിൽ സംസാരിച്ചു. പന്ന്യനോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാളെ അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഞാനിപ്പോൾ എന്നാ തൃശ്ശൂർ പോകുന്നുണ്ട്. പ്രായത്തിന്റെ അവശതകൾ ഒരു വശത്തുണ്ടെങ്കിലും പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പി കെ മേദിനിയുടെ വിപ്ലവ ഗാനങ്ങൾ ഇടറാതെ മുഴങ്ങും. വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണ് റെഡ് സല്യൂട്ട്. MT അധീഷിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. വിജയകുമാർ, യൂട്യൂബിൽ മിനി ബാബുവിന്റെ ഒരു സന്ദേശം. നിങ്ങൾ TV-യിൽ ഇലക്ഷൻ സ്റ്റണ്ട് നടത്തുമ്പോൾ കമന്റ് ബോക്സിൽ പൊരിഞ്ഞ സ്റ്റണ്ട് നടത്തുന്നു, പ്രേക്ഷകരെ കാണുന്നില്ല. അത് അങ്ങനെ വളരെ ഇതൊക്കെയാണോ സ്റ്റണ്ട്? ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. അപ്പൊ ഇതൊന്നുമല്ല, രാഷ്ട്രീയം ചൂടുപിടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കുറച്ച് കസറും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുന്നു. വിജയകുമാർ, അലി ആൽഫ അദ്ദേഹം പറയുന്നത് സ്റ്റുഡിയോ കളറായി എന്ന് മാത്രമല്ല, വൈകുന്നേരം കളറിനൊപ്പം പല പല കളറും ഇനി സ്റ്റുഡിയോയിൽ കാണാം, കേൾക്കാം. 24-ന്റെ ഈ ഇലക്ഷൻ കാലത്തെ കളി എന്നാണ് അദ്ദേഹം പറയുന്നത്. അലി ആൽഫ, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പോകും. ഫറൂഖ് പറഞ്ഞ SK കാസ്റ്റിംഗ് വോട്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഓർമ്മയിൽ നിൽക്കും. ഓർമ്മയിൽ നിർത്താനല്ലേ നമ്മളിത് പറയുന്നത്. അപ്പം നമുക്കിനി പോകേണ്ടത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വേരുകൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ്. വേരുകൾ എല്ലാ ഈ പരിപാടിയിലും ഒരു വേര് നമ്മൾ തേടും. അത് നല്ല സ്ട്രോങ് വേരായിരിക്കും. അപ്പോൾ വേരുകൾ പറഞ്ഞോളൂ വിജയ. ആ കഥ ഇങ്ങനെയാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും 70 അംഗങ്ങൾ വീതം. കേരള നിയമസഭയിൽ നടന്ന അതെ. ഓരോ തവണയും ബില്ലുകൾ പാസ്സാക്കാൻ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട്. ഇതെവിടെ സംഭവിച്ചത്? 70 എന്ന് വന്നു കഴിഞ്ഞു. അതെ 70 എന്ന് വന്നു. ഇത് കേരളത്തിലാണ് നടന്നത്. അന്ന് ഒരു സ്പീക്കർ, കാസ്റ്റിംഗ് സ്പീക്കർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതെ, അദ്ദേഹത്തിന്റെ പേര് AC ജോസ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോഴില്ല. 1981-82 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ഇതൊക്കെ നടന്നത്. ഈ കാസ്റ്റിംഗ് കാലത്ത് ഉദയം കൊണ്ട ഒരു സൂപ്പർ താരവുമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ലോനപ്പൻ നമ്പാടൻ. ഫലിതബോധത്തോടെ നിയമസഭയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ലോനപ്പൻ നമ്പാടൻ. ആ സർക്കാരിന്റെ കാലത്തെ കാസ്റ്റിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കുന്നു. വേരുകൾ തേടുന്നു.
എങ്ങനെയാണ് കാസ്റ്റിംഗ് മന്ത്രിസഭ നിലവിൽ വന്നത്? 1981 AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി വിട്ട് ഐക്യമുന്നണിയിലേക്ക് പോയതോടെ രൂപം കൊണ്ടതാണ് കെ കരുണാകരൻ മന്ത്രിസഭ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മുതൽ വെല്ലുവിളി ആരംഭിച്ചു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ AC ജോസിന് 71 വോട്ട്, മറുവശത്ത് 70. ഗവർണർ അവതരിപ്പിച്ച നയത്തിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ചത് തച്ചടി പ്രഭാകരൻ. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും 70 വോട്ട് വീതം. സ്പീക്കർ AC ജോസ് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് പ്രമേയം പാസാക്കി. KK ബാലകൃഷ്ണൻ MLA സഭയിലെത്തി വോട്ട് ചെയ്തത് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ. നന്ദിപ്രമേയത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചത് 6 ഭേദഗതികൾ. 6 തവണയും വോട്ട് നില 70-70. 6 തവണയും കാസ്റ്റിംഗ് വോട്ട് ചെയ്തത് സ്പീക്കർ AC ജോസ്. സ്പീക്കർ നിഷ്പക്ഷത ലംഘിച്ചെന്നാരോപിച്ച് ഇന്നത്തെ മന്ത്രിയായ അന്നത്തെ MLA AK ശശീന്ദ്രന്റെ അവിശ്വാസ പ്രമേയം. AC ജോസ് മാറി TM ജേക്കബ് സ്പീക്കർ കസേരയിൽ. AC ജോസിന്റെ വോട്ട് ഇല്ലാതെ തന്നെ പ്രമേയം തള്ളിപ്പോയി. പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ ചെയറിലിരുന്ന് TM ജേക്കബ്. അനുകൂലിക്കുന്നവർ പ്രതിപക്ഷത്തെ 70 പേർ മാത്രം. 71 കിട്ടാതെ പ്രമേയം തള്ളി. ഇതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് കൂടുതൽ വോട്ടെടുപ്പിൽ നിന്ന് സർക്കാർ രക്ഷപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി അടുത്ത സഭ ചേരാനിരിക്കെ കേരള കോൺഗ്രസ് എമ്മിലെ ലോനപ്പൻ നമ്പാടൻ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. അന്ന് സ്പീക്കർ AC ജോസ് ആയിരുന്നു. അഭിഭാഷകനാണ്, കൗശലക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാണ്. അപ്പോൾ അദ്ദേഹം ആണ് സ്പീക്കറുടെ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ കരുണാകരൻ്റെ രാഷ്ട്രീയമായ രക്ഷയ്ക്ക് വേണ്ടി AC ജോസ് സ്പീക്കറിൽ അല്ലെങ്കിൽ ഒരു സഭാധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വോട്ട് അത് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സമനിലയിൽ വന്നാൽ സ്പീക്കറുടെ പ്രത്യേകമായ അവകാശം ഉപയോഗിച്ച് അദ്ദേഹം ഒരു വോട്ട് രേഖപ്പെടുത്തും. ആ വോട്ടിനാണ് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് അന്നറിയപ്പെട്ടത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ UDF യോഗം നടന്നുകൊണ്ടിരിക്കെ നാടകീയമായി ചെന്നാണ് നമ്പാടൻ പിന്തുണ പിൻവലിച്ചതും സർക്കാർ വീണതും. പിന്നെ ലോനപ്പൻ നമ്പാടൻ എക്കാലത്തും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ഒരാൾ ചോദിക്കുന്നു, ഈ നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങിയല്ലോ. ഈ RC ബുക്കൊക്കെ, ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ, അതൊക്കെ ഫാസ്റ്റായി നടക്കുന്നു. ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇന്നു മുതൽ 20,000 പേർക്ക് RC ബുക്കും അതുപോലെ ലൈസൻസും ലഭിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അഥവാ പോസ്റ്റൽ കൊറിയർ വഴി പോയില്ലെങ്കിൽ അത് KSRTC കൊറിയർ ഉപയോഗിച്ച് വീട്ടിലെത്തിക്കും. എല്ലാ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളിലും ഇനി ഇങ്ങനെ ഉള്ള കൗണ്ടറുകളും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഈ പ്രിന്റിങ് ചെയ്യാത്തായിരുന്നു പ്രശ്നം. അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് തീർത്തു ഗവൺമെൻറ്. അതുപോലെ കൊറിയർക്ക് കാശ് കൊടുക്കണ്ടായിരുന്നു. ആ പോസ്റ്റൽ കൊറിയറിനും പൈസ കൊടുത്തു കഴിഞ്ഞു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. സ്റ്റണ്ട് അവസാന ഘട്ടത്തിലേക്ക്, അല്ലെ, സ്റ്റണ്ട് ക്ലൈമാക്സിലേക്ക്. വിജയകുമാർ, നമ്മുടെ ഈ റാഫി പള്ളിക്കൽ പറയുന്നു, നിങ്ങൾക്ക് 2020 ചേർന്നൂടെ? എന്നോടാ ചോദ്യം. ഒരു കാര്യം പറയാം, സാബു M ജേക്കബ് അതിന്റെ ചീഫ് കോർഡിനേറ്റർ ആ ചെത്തിപ്പറിച്ച മുറ്റ തന്നെ കയറ്റത്തില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പണിക്ക് കൊള്ളാം, ഈ പണിക്ക് കൊള്ളത്തില്ലെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വിജയകുമാർ ഇനി എങ്ങോട്ടാ? അവസാന സമയമായി. സംസ്ഥാനങ്ങളിലേക്ക് പോയാലോ? പിന്നെ തീർച്ചയായിട്ടും സ്റ്റേറ്റ് സ്കാൻ. നിയമസഭയിലേറ്റ കനത്ത ഒരു പരാജയം മറച്ചുവെക്കാൻ തെലങ്കാനയിൽ BRSന് ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അത്യാവശ്യമാണ്. ഭരണം നേടിയതിൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ദക്ഷിണേന്ത്യ പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന BJPക്ക് തെലങ്കാനയിൽ സീറ്റുകൾ കിട്ടിയേ മതിയാകുന്നല്ലോ, സീറ്റുകൾ കൂട്ടിയേ മതിയാകും. 2019 തെരഞ്ഞെടുപ്പിൽ 17-ൽ 3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. BRS 9-ലും BJP 4 സീറ്റുകളിലും വിജയിച്ചു. ഒരു സീറ്റ് അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് ലഭിച്ചു. ഇത്തവണ കോൺഗ്രസിന് എത്ര എന്നതാണ് ഉയരുന്ന ചോദ്യം. കോൺഗ്രസ് നിയമസഭയിലേക്ക് നേടിയ തകർപ്പൻ ജയം, രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയുടെ ജനകീയ സമീപനം, ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. തെലങ്കാന രൂപീകരണം മുതൽ ഭരണം BRSനായിരുന്നു. ആ കുത്തകയാണ് കോൺഗ്രസ് തകർത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ മാത്രമായി ഒതുങ്ങിയ കോൺഗ്രസ് ആണ് 2023-ൽ BRSൽ നിന്ന് ഭരണം പിടിച്ചുവാങ്ങിയത്. BRSനെ തകർത്ത് ഭരണത്തിലെത്തിയ ശേഷം തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും ജനകീയ മുഖത്തോടെ ഇടപെടുന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അപരാജിതരായിരുന്നു തെലങ്കാനയിൽ BRS.
TRS എന്ന പ്രാദേശിക പാർട്ടിയെ BRS എന്ന ദേശീയ പാർട്ടിയാക്കി മാറ്റിയ ശേഷം നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിന് നേരിടേണ്ടി വന്നത് കനത്ത പരാജയം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പടി മുന്നിൽ നിന്നിരുന്ന BRSന് 2019 9 സീറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ 2023 ആയപ്പോഴേക്കും കാര്യങ്ങൾ വലിയ തോതിൽ മാറി. ദേശീയ പാർട്ടിയായി മാറിയ ശേഷം നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന സംസ്ഥാന ഭരണവും നഷ്ടപ്പെട്ടു. കോൺഗ്രസ് വേരുറപ്പിച്ച തെലങ്കാനയിൽ ഇനി പതിയെ തിരിച്ചു വന്നേ മതിയാകൂ BRSന്. സംസ്ഥാന ഭരണം കൂടി നഷ്ടപ്പെട്ടതോടെ പാർട്ടിയിൽ നിന്ന് BJPയിലേക്കും കോൺഗ്രസിലേക്കും കൊഴിഞ്ഞുപോക്കും കാര്യമായി ഉണ്ടായി. നാലിൽ നിന്ന് ഒരു സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ പോലും തെലങ്കാനയിൽ BJPക്കത് നേട്ടമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ 10.4% വോട്ട് നേടി 4 സീറ്റിൽ BJP വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13% വോട്ട് വിഹിതവും നേടി 8 നിയമസഭാ സീറ്റുകളിലും വിജയിച്ചു. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും BJPക്ക് തെലങ്കാനയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും മികവ് ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. സംസ്ഥാനം കയ്യിലൊതുക്കാനാണ് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത്. BRSന് ഇത് ജീവൻ മരണ പോരാട്ടം. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും പോലെ നില മെച്ചപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. പോരാട്ടം ശക്തമാണ് തെലങ്കാനയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.